ഹായ് ഹലോ എല്ലാവർക്കും ടാരോ ടോക്ക് 11 എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, സോ ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് അല്ലെങ്കിൽ തോട്ട്സിനെ കുറിച്ചാണ്. അവർ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളതാണ്. സോ ഇതൊരു ജനറൽ ആയിട്ടുള്ള റീഡിങ്സ് ആണ്. നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. പേഴ്സണൽ റീഡിങ്സ് വേണമെന്നുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. നിങ്ങൾ 1 മിനിറ്റ് ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, കണ്ണുകൾ അടച്ച് ബ്രീത്തിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, സ്ലോലി ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഈ ഒരു റീഡിങ്സിലോട്ട് നിങ്ങളുടെ ഫോക്കസ് കൊണ്ടുവരിക. ഓക്കെ, Six of Swords, Magician, Ace of Cups, Queen of Wands, Four of Pentacles, Queen of Pentacles, Three of Wands, Seven of Pentacles, Eight of Pentacles, Lovers card. ബോട്ടം ഓഫ് ദ ഡെക്കിൽ നമുക്ക് പേജ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, സോ ഫസ്റ്റ് തന്നെ നമുക്ക് 6 ഓഫ് സോഡ്സ് ആണ് വന്നിട്ടുള്ളത്. അതായത് ആ ഒരു പാർട്ട്ണർ ഇപ്പോൾ എന്തോ ഒരു കാര്യത്തിൽ നിന്നും മൂവ് ഓൺ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഹീലാവാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. റീസെൻ്റ്ലി ആ ഒരു വ്യക്തി ഇമോഷണലി നല്ല രീതിയിൽ സ്ട്രഗിൾ അനുഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തോ തരത്തിലുള്ള കോൺഫ്ലിക്ട്സ്, മേ ബി നിങ്ങളായിട്ടാകാം, അല്ലെങ്കിൽ എന്തോ ഒരു തരത്തിലുള്ള മാനസിക വിഷമം ആ ഒരു വ്യക്തിക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ കറൻ്റ്ലി ആ ഒരു വ്യക്തി ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. മേ ബി ആ ഒരു വ്യക്തി നിങ്ങളിൽ നിന്നും ടെമ്പററി ആയിട്ട് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നുണ്ടാകാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് മജീഷ്യൻ കാർഡാണ് വന്നിരിക്കുന്നത്. അതായത് ആ ഒരു വ്യക്തി എന്താണോ വിചാരിക്കുന്നത് ആ ഒരു വ്യക്തിക്ക് അത് നേടിയെടുക്കാനുള്ള പവർ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ആ ഒരു വ്യക്തിയുടെ ഡിസയർ അല്ലെങ്കിൽ ഡ്രീംസൊക്കെ മാനിഫെസ്റ്റ് ചെയ്യാനുള്ള പവർ ആ ഒരു വ്യക്തിക്കുണ്ട്. യൂണിവേഴ്സൽ സപ്പോർട്ട് ആ ഒരു വ്യക്തിക്കുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ തമ്മിലൊരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഇനിഷ്യേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രവൃത്തി ആ ഒരു വ്യക്തിയുടെ ഭാഗത്തിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യാമെന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഏസ് ഓഫ് കപ്സ് ആണ് വന്നിട്ടുള്ളത്. അതായത് ആ ഒരു ഇമോഷൻസും ആ ഒരു ഇമോഷണൽ കണക്ഷനൊക്കെ ആ ഒരു വ്യക്തിക്ക് ഉണ്ട്. നിങ്ങളോടുള്ള ഒരു ലവ്, പാഷൻ, കെയർ ഇതൊക്കെ ഉണ്ട്. ആ ഒരു ന്യൂ ബിഗിനിങ്സ് അല്ലെങ്കിൽ ഒരു നിങ്ങൾക്കിടയിലുള്ള ഒരു ലവിൻ്റെ റിന്യൂവൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. വീണ്ടും ആ ഒരു സ്ട്രോങ് റൊമാൻറ്റിക് ഫീലിങ്സ് നിങ്ങളോട് ഉണ്ടാകാൻ പോകുന്നു. നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിലോട്ട് ഒരു ഫ്രഷ് സ്റ്റാർട്ടപ്പ് വരാൻ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ക്വീൻ ഓഫ് വാണ്ട്സ് ആണ് വന്നിട്ടുള്ളത്. അതായത് ആ ഒരു വ്യക്തി നിങ്ങളെ ഒരു എന്താ പറയുക, ഒരു കമ്പാനിയൻ, നല്ലൊരു കോൺഫിഡൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. ആ ഒരു വ്യക്തി നിങ്ങളെ ആസ് എ പാർട്ട്ണർ, ഒരു എന്താ പറയുക, ഒരു സോൾമേറ്റ് അല്ലെങ്കിൽ ഒരു കറക്റ്റ് പാർട്ട്ണർ എന്ന രീതിയിൽ ആ ഒരു വ്യക്തി നിങ്ങളെ കാണുന്നുണ്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ് 4 ഓഫ് പെൻറ്റക്കിൾസ്. അതായത് ആ ഒരു വ്യക്തി ഇപ്പോൾ കറൻ്റ്ലി മേ ബി എന്തെങ്കിലും ഫിനാൻഷ്യലി കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകാം, ഫിനാൻഷ്യലി കുറച്ച് ടൈറ്റ് ആയിരിക്കാം. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സിറ്റുവേഷൻസ് ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടാകാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇൻ തോട്ട്സിൽ ആ ഒരു വ്യക്തി ഭയങ്കര ഇമോഷൻസൊക്കെ കൺട്രോൾ ചെയ്യുന്നൊരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഇച്ചിരി പൊസസീവാണ്, ഈഗോ അങ്ങനത്തെ ഒരു ലൈക്ക് ക്യാരക്ടറുള്ളൊരു വ്യക്തിയാണ്. ഇപ്പോൾ ആ ഒരു വ്യക്തിയുടെ മൈൻഡിലുള്ള എന്താണ്, ഇപ്പോൾ ആ ഒരു വ്യക്തി നിങ്ങളെ മിസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോലും ആ ഒരു വ്യക്തിയായിട്ട് ചിലപ്പോൾ ഓപ്പണപ്പ് ചെയ്യണമെന്നില്ല. എല്ലാം ഓപ്പണപ്പ് ചെയ്യുന്ന ഒരു ക്യാരക്ടറായിട്ട് ഇവിടെ കാണുന്നില്ല. അവരവരുടെ ഫീലിങ്സ് എന്താണെന്ന് ഓപ്പൺ ആയിട്ട് എക്സ്പ്രസ് ചെയ്യത്തില്ല എന്നുള്ളതാണ്. പിന്നെ അവർക്ക് ഈ ഒരു കണക്ഷൻ, ഓക്കെ, നിങ്ങളുമായിട്ടുള്ള ഒരു കണക്ഷൻ ലൂസ് ആവുമെന്നുള്ളൊരു ഭയം അവർക്ക് അവരുടെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ് നമുക്ക് ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. അതായത്
ആ ഒരു വ്യക്തിക്ക് നിങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ നല്ലൊരു സപ്പോർട്ടീവാണ്, ലൈക്ക് മദർലി കൈൻഡ്, അല്ലെങ്കിൽ ഇപ്പോൾ ഫാദർലി കൈൻഡ്, ആ ഒരു രീതിയിലാണ്, നല്ലൊരു സപ്പോർട്ടീവായിട്ടാണ് ആ ഒരു വ്യക്തി നിങ്ങളെ കാണുന്നത്, നിങ്ങളെ വാല്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു വ്യക്തി ഒരു സെക്യൂർ ആയിട്ടുള്ളൊരു ഫ്യൂച്ചർ കാണുന്നുണ്ട് എന്നുള്ളതാണ്. ഫൈനലി നമുക്ക് നെക്സ്റ്റ് വന്നിരിക്കുന്നത് 3 ഓഫ് വാണ്ട്സ് ആണല്ലേ. അപ്പോൾ ആ ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങളുമായിട്ടുള്ള ഒരു ഫ്യൂച്ചർ, അതിനെക്കുറിച്ച് പ്ലാനിങ്സ് ഉണ്ട്, അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഹോപ്പ് ഉണ്ട് ആ ഒരു വ്യക്തിക്ക്. എന്ത് സ്റ്റെപ്സാണ് നെക്സ്റ്റ് ഈ ഒരു റിലേഷൻഷിപ്പിൽ എടുക്കേണ്ടത്, അതിനെക്കുറിച്ചൊക്കെ ആ ഒരു വ്യക്തി പ്ലാൻ ചെയ്യുന്നതെന്നല്ല, അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് എടുക്കാൻ ആ ഒരു വ്യക്തി റെഡിയാണ്, അല്ലെങ്കിൽ ഒരു റൈറ്റ് മൊമെൻറ്റിന് വേണ്ടിയിട്ട് ആ ഒരു വ്യക്തി വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ആ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട്. നെക്സ്റ്റ് 7 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. സോ അതെന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു വ്യക്തി വെയിറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, ആ ഒരു റൈറ്റ് മൊമെൻറ്റിന് വേണ്ടിയിട്ട് ആ ഒരു വ്യക്തി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ആൻഡ് അതിന് ശേഷം 8 ഓഫ് പെൻറ്റക്കിൾസ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആ ഒരു വ്യക്തി നല്ല രീതിയിലുള്ള എഫേർട്സ് ഇടാൻ തീരുമാനിക്കും, എഫേർട്സ് ഇടും എന്നുള്ളതാണ്. നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചിന്തിക്കുകയും അതിന് വേണ്ടിയിട്ട് ടൈമും അദ്ദേഹത്തിൻ്റെ എനർജിയും ഇതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യും, ഹാർഡ് വർക്ക് ചെയ്യും എന്നുള്ളതാണ്. ആൻഡ് ഫൈനലി നമുക്ക് വന്നിരിക്കുന്ന ലവേഴ്സ് കാർഡാണ്. അത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാർഡാണ്. ആ ഒരു ഇമോഷണൽ ബോണ്ട് കാണിക്കുന്ന ഒരു കാർഡാണല്ലേ, ഒരു സോൾമേറ്റ് കണക്ഷൻ കാണിക്കുന്ന ഒരു കാർഡാണ്. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാവാൻ പറ്റുന്ന ഒരു വ്യക്തി നിങ്ങളായിട്ട് ഉള്ള ഒരു കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നത് സിൻസിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ജെനുവിൻ ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റാണ്, ഒരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റാണ് ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ഒരു ലൈഫ് ആ ഒരു വ്യക്തി നല്ല രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ എന്തൊക്കെയോ ഇമോഷണൽ സ്ട്രഗിൾസ് ആ ഒരു വ്യക്തി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ അതുകൊണ്ടായിരിക്കാം ഈ ഒരു ഇമോഷണൽ ഡിസ്റ്റൻസ്. ഇപ്പം നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഒരു ഡിസ്റ്റൻസ് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു ഓൺ ആൻഡ് ഓഫ് മോഡ് പോലെ വല്ല ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ചില റീസൺസ് ഉണ്ടാകാം. പക്ഷേ ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഫീലിങ്സ് ഉണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ ഓവറോൾ റീഡിങ്സിൽ കാണാൻ സാധിക്കുന്നത്. ആൻഡ് ബോട്ടം ഓഫ് ദ ഡെക്കിൽ നമുക്ക് പേജ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിട്ടുണ്ടായിരുന്നത്. അതായത് ആ ഒരു വ്യക്തി ഇപ്പോൾ ഒരുപാട് കാര്യങ്ങളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫേസിലാണ് ഇപ്പോൾ ഉള്ളത്. ആൻഡ് ഈ ഒരു റിലേഷൻഷിപ്പിൽ റിസ്ക് എടുക്കാനും അതുപോലെ തന്നെ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യാനും ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. എന്തായാലും ഇതിന് വേണ്ടിയിട്ട് ആ ഒരു വ്യക്തി എന്താ പറയുക, സ്റ്റെപ്സ് എടുക്കും എന്നുള്ളതാണ്. ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു വ്യക്തി ചെയ്യും, നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ വയ്ക്കും, നിങ്ങളിലേക്ക് വരും എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് നിങ്ങൾക്കുള്ള യൂണിവേഴ്സൽ ഗൈഡൻസ് അല്ലെങ്കിൽ അഡ്വൈസും കൂടെ നോക്കാം. Wheel of Fortune, 5 of Pentacles, Devil, World and Moon card. Okay, so ഫസ്റ്റ് വന്നിരിക്കുന്നത് വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. അപ്പോൾ ഒരു ചേഞ്ച് ആവശ്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്കൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ എന്തോ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് നടക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക. ഒരു കയറ്റം ഇറക്കം ഇതൊക്കെ ലൈഫിൽ ഉള്ളത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു ഫ്ലോയിൽ പൊയ്ക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. എന്തായാലും നിങ്ങളുടെ ലൈഫിലേക്കൊരു മാറ്റം വരാൻ പോകുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് വന്നിട്ടുള്ളത് 5 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പോൾ അത് പറയുന്നത് നിങ്ങൾ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഫിനാൻഷ്യലി ആയാലും ബുദ്ധിമുട്ടൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ അത് ചോദിക്കുക എന്നുള്ളതും, ഒറ്റപ്പെട്ട അവസ്ഥയിൽ നിങ്ങൾ നിന്ന് പോകരുത് എന്നൊരു ഇതാണ് നമുക്കവിടെ നിന്ന് കിട്ടുന്നത്. ആൻഡ് ഡബിൾ കാർഡ് വന്നിട്ടുണ്ട്. അതായത് ഒരു നെഗറ്റീവ് എനർജി, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഇതിലൂടെയല്ല നിങ്ങളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നല്ല രീതിയിൽ
ഒരു നെഗറ്റീവായിട്ടുള്ള പാറ്റേൺസിലൂടെയാണ്, അല്ലെങ്കിൽ ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഇപ്പോൾ റിലേഷൻഷിപ്സ് ആയാലും നിങ്ങൾക്കുള്ള ഒരു കണക്ഷൻസ് എന്നൊക്കെ പറയുന്നത് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ചുറ്റുപാടും ഒന്നും നിങ്ങൾക്കൊരു പോസിറ്റീവായിട്ടല്ല കാണുന്നത്. അപ്പോൾ ആ ഒരു നെഗറ്റീവ് എനർജി നിങ്ങളിലിപ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ എന്താണ് ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ ഒരു ടോക്സിക് ആയിട്ടുള്ള ഇതൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിന്നും ബ്രേക്ക് ചെയ്ത് കളയുക, അല്ലെങ്കിൽ കട്ട് ഓഫ് ചെയ്ത് കളയുക. അത് മനസ്സിലാക്കി അൺഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലും ഹാബിറ്റ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അൺഹെൽത്തി ആയിട്ടുള്ളൊരു കണക്ഷൻസ് ഉണ്ടോ എന്ന് നിങ്ങൾ തന്നെ നോക്കുക, അതിനെയൊക്കെ കട്ട് ഓഫ് ചെയ്ത് കളയുക. അപ്പം അങ്ങനെ എന്തെങ്കിലും അഡിക്ഷൻസ് ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ മാറുക, അതൊക്കെ റിലീസ് ചെയ്ത് കളയാനാണ് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് വേൾഡ് കാർഡ് വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിനൊരു കംപ്ലീഷൻ അല്ലെങ്കിൽ ഒരു ഫുൾഫിൽമെൻറ്റ് വരാൻ പോകുന്നു. അപ്പോൾ മേ ബി ഒരു സെലിബ്രേഷൻ ആകാം, എന്തെങ്കിലും ഒരു അച്ചീവ്മെൻറ്റോ കാര്യങ്ങളാകാം, നിങ്ങളുടെ ലൈഫിലെ ഒരു മേജറായിട്ടുള്ളൊരു ലൈഫ് ചാപ്റ്റർ. ഓക്കെ, അത് നിങ്ങൾ കുറേ നാൾ കൊണ്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. സോ അതിനൊരു തീരുമാനം ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ്. ഒരു ന്യൂ ബിഗിനിങ്സ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഒരു മെസ്സേജാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു വീൽ ഓഫ് ഫോർച്യൂണും വേൾഡ് കാർഡും നമുക്ക് ആ ഒരു മെസ്സേജാണ് തരുന്നത്. പക്ഷേ ആ ഒരു ഫിനാൻഷ്യൽ സ്ട്രഗിളും അതുപോലെ തന്നെ ഒരു നെഗറ്റീവായിട്ടുള്ള ആൾക്കാർ, നെഗറ്റീവായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ, ഇപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ മാറാനും പറയുന്നുണ്ട്. ഫൈനലി നമുക്ക് മൂൺ കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ മൂൺ കാർഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കുള്ളിൽ ഒരുപാട് ഭയമുണ്ട്. അപ്പോൾ ലൈക്ക് നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, പക്ഷെ അതൊക്കെ നേടിയെടുക്കാൻ പറ്റുമെന്നൊരു ഭയമുണ്ട്. അപ്പോൾ മുന്നോട്ട് പോകണോ വേണ്ടിയോ എന്നൊക്കെ ആലോചിച്ച് സെൽഫ് ഡൗട്ടോടുകൂടി ഇരിക്കുന്നവരുണ്ട്. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. നിങ്ങളെ മനസ്സെന്ത് പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ ഗട്ട് ഫീലിംഗ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അത് ശരിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടി മുന്നോട്ട് പൊക്കോളൂ എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് പല കാര്യങ്ങളിലും കൺഫ്യൂഷൻസ് ഉണ്ടാകാം, പക്ഷേ നിങ്ങൾ ആലോചിച്ച് തീരുമാനം എടുത്ത് നിങ്ങൾക്ക് ആ ഒരു നിങ്ങളുടെ ഇതിൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ മുന്നോട്ട് പോകാനാണ് പറയുന്നത്. പക്ഷേ തീരുമാനങ്ങൾ എടുക്കുമ്പോഴത്തേക്കും എടുത്തു ചാടി എടുക്കരുത്. ക്ലാരിറ്റി, എല്ലാത്തിനും ഒരു ക്ലാരിറ്റി വരുത്തിയതിന് ശേഷം മാത്രമേ മേജറായിട്ടുള്ള ഡിസിഷൻസൊക്കെ നിങ്ങളുടെ ലൈഫിൽ എടുക്കാൻ പാടുള്ളൂ. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് യൂണിവേഴ്സൽ ഗൈഡൻസിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വരാൻ പോകുന്ന ചേഞ്ചിന് നിങ്ങളുടെ ധൈര്യപൂർവ്വം അത് അക്സെപ്റ്റ് ചെയ്യുക. പിന്നെ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ആൾക്കാർ അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ ബ്രേക്ക് ഫ്രീ ആകുക, അതിൽ നിന്നൊക്കെ റിലീസാകുക എന്നുള്ളത്. ഓക്കെ, നിങ്ങൾ ഫ്രീ ആയിട്ട് വിടുക എന്നുള്ളതാണ്. ആരുടെയും കൺട്രോളിൽ നിൽക്കേണ്ട ആവശ്യമില്ല. പിന്നെ സെലിബ്രേഷൻസ് അല്ലെങ്കിൽ ഒരു അച്ചീവ്മെൻറ്റ് മേ ബി ഓൺ ദ വേ ആണ്. അപ്പോൾ നെക്സ്റ്റ് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താണോ അത് ട്രസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക. സോ ഇത്രയാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. എന്തായാലും യൂണിവേഴ്സ് നിങ്ങളെ ഗൈഡ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. നിങ്ങൾ ആ ഒരു ഫ്ലോയിൽ പോവുക എന്നുള്ളതാണ്. ലൈഫിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാകും. സോ അപ്സ് വരുമ്പോൾ സന്തോഷിക്കും, ഡൗൺസ് വരുമ്പം ഒരുപാട് ഡിപ്രസ്ഡ് ആകേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ഡൗൺ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഒരു അപ്സ് ഉണ്ടാകും എന്ന് വിശ്വസിച്ച് നിങ്ങൾ മുന്നോട്ട് തന്നെ ആ ഒരു ഫ്ലോയിൽ പോകാനാണ് പറയുന്നത്. ഓക്കെ, സോ ഇതായിരുന്നു നമ്മളുടെ ഇന്നത്തെ റീഡിങ്സ് വന്നിട്ട്. ഈ റീഡിങ്സ് നിങ്ങൾക്ക് കണക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോക്ക് ലൈക്ക് തരിക. ആൻഡ് ഇതുപോലുള്ള വീഡിയോസിനായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു.